പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിന് ബോംബെറിഞ്ഞ് സിഐയെയും എസ്ഐയെയും വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരായ 4 പേരെ വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെ.എൻ. പ്രശാന്താണ് കേസിൽ വിധി പറഞ്ഞത്. 2016 ജനുവരി 16 പുലർച്ചെ 1:40 കേസിനാസ്പദമായ സംഭവം നടന്നത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിഐ പി.കെ. മണിയും എസ്ഐ വിപിൻകുമാറും താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് നേരെ ബോംബെറിഞ്ഞുവെന്നാണ് കേസ്. കണ്ടങ്ങാളി തണ്ടറയിൽ സി ഷിജിൽ, ടി.സി.വി. നന്ദകുമാർ, കെ. വികാസ്, കെ. രഞ്ജിത്ത് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ.എൻ. പ്രശാന്താണ് വിധി പുറപ്പെടുവിച്ചത്. കുറ്റം തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നു. കേസിലെ ഏക സ്വതന്ത്ര സാക്ഷി ബി.ജെ.പി. RSS പ്രവർത്തകനാണ്. സ്വതന്ത്ര സാക്ഷിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി വിലയിരുത്തി. ക്വാർട്ടേഴ്സിന്റെ താഴെ നിലയിൽ സിഐ മണിയും മുകളിലെ നിലയിൽ എസ്ഐ വിപിൻകുമാറും കുടുംബവുമാണ് താമസിച്ചിരുന്നത്. 2 ബോംബുകളാണ് എറിഞ്ഞത്. ക്വാർട്ടേഴ്സിന്റെ വാതിൽ, ഭിത്തി, ക്ലോസറ്റ് തുടങ്ങിയവ ബോംബേറിൽ തകർന്നിരുന്നു. 15,233,233 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ബോംബേറിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവിധ കാലങ്ങളിലായി എസ്.പിമാരായ എൻ. ഉണ്ണിരാജ, ഹരിശങ്കർ, സഞ്ജയ് ഗുർദിൻ, കെ.പി. ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി എ. സുരേന്ദ്രൻ, നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി വി.എൻ. വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. എസ്.ഐ എ.വി. ദിനേശനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിനീഷ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.